ഹായ് ഫ്രണ്ട്സ്, 19ാം നൂറ്റാണ്ടിലെ ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ ചില ഏടുകൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ചില പ്രധാന സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായി എല്ലാവരും ഒന്നുകൂടെ ടോട്ടോ PSCയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാന്ധിജിയുടെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. 1915 ശേഷമുള്ള ഗാന്ധിജിയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. നീലം തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ഇംഗ്ലീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ 1917 ബീഹാറിൽ നടന്ന ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായിട്ടുള്ള സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, വിട്ടുപോവാതെ ഓർത്തു വെക്കുക. വർഷവും ഓർത്തു വെക്കുക, 1917 സത്യാഗ്രഹത്തിൽ അടുത്തത് പറയുകയാണെങ്കിൽ 1918 നടന്ന അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണിത്. തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് വരികയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നോട്ട് ചെയ്യേണ്ടത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് എന്നുള്ളതാണ്. 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. സമരം തുടങ്ങി 4ാം നാളിൽ ഉടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ് 1918 നടന്നിട്ടുള്ള അഹമ്മദാബാദ് മിൽ സമരം. അത് ഓർത്തു വയ്ക്കുക. 1918 തന്നെ ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദ സത്യാഗ്രഹം. ഗുജറാത്തിലെ കൊടും വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല, അടക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയെ നടുക്കിയ വലിയൊരു സംഭവത്തെക്കുറിച്ചാണ് അടുത്തായി പറയാൻ പോകുന്നത്. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല, എന്നാലും ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നീ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചാബ് ഗവർണറായിട്ടുള്ള മൈക്കിൾ ഒ ഡയറാണ് സമരക്കാർക്കെതിരെ വെടിയുതിർത്തത്. ഈ കിരാത നടപടിയിൽ ചുരുങ്ങിയത് 400ഓളം ആളുകൾ മരണപ്പെടുകയും 1000-ൽ പരം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് ഒരു വലിയ ചരിത്രമാണ്. നമ്മളിവിടെ സാന്ദർഭികമായി ഗാന്ധിജിയെ പറ്റി പറഞ്ഞു പോകുന്നതിനിടയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ എൻ്റെ പോയിന്റ് ഇതാണ്, ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊലയെക്കുറിച്ച് ഗാന്ധിജി അന്ന് പറഞ്ഞ വാക്കുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത്, പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു. അതായത് പ്ലാസി യുദ്ധത്തോടെ കൂടിയാണല്ലോ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ വേരുറപ്പിക്കുന്നത്. ഏതായാലും ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് കൈസർ ഇ ഹിന്ദ് എന്നുള്ള സ്ഥാനപ്പേര് അദ്ദേഹം തിരിച്ചു നൽകുകയാണ്. അടുത്തതായി 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരമായിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സത്യാഗ്രഹം എന്ന സമരായുധത്തിന്റെ ഒരു രൂപം തന്നെയായിരുന്നു നിസ്സഹകരണം. ബ്രിട്ടീഷ് ഔദ്യോഗിക വൃന്ദത്തിന് ഭരണ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് സഹായകമായ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ഇതാണ് നിസ്സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭരണകൂടം എന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ അത് അനുസരിക്കാതിരിക്കുക, അവരോട് സഹകരിക്കാതിരിക്കുക. ഇത് അവരെ പ്രതിരോധത്തിലാഴ്ത്തി. 1905 ബംഗാൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട സ്വദേശി പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ മാതൃകയായിരുന്നെങ്കിലും നിസ്സഹകരണ പ്രസ്ഥാനത്തെ അവരിൽ നിന്നും വ്യത്യസ്തരാക്കിയത് ഗാന്ധിജിയുടെ അഹിംസ എന്ന ആദർശം തന്നെയായിരുന്നു. അത് പ്രത്യേകം ഓർത്തു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നുള്ളതാണ്. 1920 കൊൽക്കത്തയിലെ സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയിട്ടുള്ള വാർഷിക സമ്മേളനം കോൺഗ്രസ് സമ്മേളനം 1920 തന്നെ നാഗ്പൂർ സമ്മേളനമായിരുന്നു. അതോർത്ത് വയ്ക്കുക. ഒന്നാമത്തേത് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം, രണ്ടാമത്തേത് അംഗീകാരം നൽകിയ വാർഷിക സമ്മേളനം നാഗ്പൂർ സമ്മേളനം. രണ്ടും 1920 തന്നെയാണ്. അതിൽ ആശയക്കുഴപ്പം വേണ്ട.
1921 ലുസാക്ക പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് യൂണിഫോം കാവിയായി മാറി. മാത്രമല്ല, നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി സ്വരാജ് ഫണ്ട് എന്ന പേരിൽ ബാലഗംഗാധര തിലകൻ ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച പ്രഗത്ഭ അഭിഭാഷകരാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് എന്നിവർ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു വലിയ നേട്ടമാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള ബീഹാർ വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 1922 ചൗരി ചൗര സംഭവം കാരണം ഗാന്ധിജിക്ക് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കേണ്ടി വന്നു. മറന്നുപോകരുത്, ചൗരി ചൗര സംഭവം കാരണം ഗാന്ധിജിക്ക് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കേണ്ടി വന്നു. എന്താണ് ചൗരി ചൗര സംഭവം എന്നറിയാത്തവർ നോട്ട് ചെയ്തു വെച്ചോളൂ. 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്കെതിരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ സ്റ്റേഷനിൽ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഇവിടെ ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രം ലംഘിക്കപ്പെടുകയാണ്. ഇത് ഗാന്ധിജിയെ വളരെ വേദനിപ്പിക്കുകയും അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ 1928 നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ഇതിന് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് പട്ടേൽ തന്നെയാണ്. ഐ എം റിപ്പീറ്റിംഗ്, അദ്ദേഹത്തെ സർദാർ എന്ന് വിളിച്ചിട്ടുള്ളത് ഗാന്ധിജിയാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് 1930 ആരംഭിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം. നിയമലംഘന പ്രസ്ഥാനം തീരുമാനിച്ച 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും 78 അനുയായികൾക്കൊപ്പം ഗാന്ധി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചു. 1930 ഏപ്രിൽ 6 അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് വെച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ: യാത്ര ആരംഭിച്ച 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ്. 78 അനുയായികളും ഉണ്ടായിരുന്നു. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ്. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായി. മറന്നുപോകരുത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ച 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ്. പക്ഷേ ഇത് അധികവും നീണ്ടു നിന്നില്ല. 1932 ജനുവരിയിലെ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതോടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ച 1934 ഒന്നിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. ഗാന്ധിജിയുടെ സുപ്രധാനമായ വാക്കുകളാണിത്. ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം 1942 ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഭാരത് ചോഡോ ആന്തോളൻ അഥവാ ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നുകൂടെ ഇതറിയപ്പെടുന്നുണ്ട്. ബോംബെയിലെ ഗവാലിയൻ ടാങ്കിൽ ഗാന്ധി ഇന്ത്യക്കാരോട് അക്രമരഹിത നിസ്സഹകരണം പിന്തുടരാൻ ആഹ്വാനം ചെയ്തു. ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പെരുമാറാനും ബ്രിട്ടീഷുകാരുടെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കാനും ഗാന്ധി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഗാന്ധിയെ പറ്റി പറയാൻ ധാരാളം ഇനിയുമുണ്ട്. തൽക്കാലം നമുക്കിവിടെ അർദ്ധവിരാമം ഇടാം. അതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഗാന്ധിയും കൂട്ടുകാരും നേടിത്തന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അർഹിച്ച രീതിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെ നാഥുറാം ഗോഡ്സെ എന്ന വ്യക്തിയുടെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. ജനുവരി 31 ഗാന്ധിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. വേറെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. രാഷ്ട്രീയ പിൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയാണ്. ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ് രാജാജി, സേലത്തെ മാമ്പഴം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുകൂടെ ഓർത്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ദിസ് ഇസ് ടോട്ടോ PSC. See you again.